ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ അസ്നീസ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോളജ് ഈസ് പവർ, യുവാൽ നോവ ഹരാരിയുടെ ആ ഒരു ആർട്ടിക്കിളിൻ്റെ പാർട്ട് 2 ആണ്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഈ സയൻസും ടെക്നോളജിയും തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ വേൾഡ് വാറിൻ്റെ കാര്യം, ആറ്റം ബോംബും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. സയൻസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒഫെൻസീവ് വെപ്പൺ. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ സയൻസ് ഇപ്പോൾ ഇവിടെ നമ്മൾ അമേരിക്കൻകാരെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഇവിടെ ജപ്പാനിലൊക്കെ വാറിൻ്റെ ഭാഗമായിട്ട് ബോംബിട്ട് നശിപ്പിച്ച കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളും ഒഫെൻസീവായിട്ട് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ അവർ ഡിഫെൻസസ് ആസ് വെൽ. പറയുകയാണ് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസത്തിലും സയൻസ് വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ടുഡേ മെനി അമേരിക്കൻസ് ബിലീവ് ദാറ്റ് ദ സൊല്യൂഷൻ ടു ടെററിസം ഈസ് ടെക്നിക്കൽ റാദർ ദാൻ പൊളിറ്റിക്കൽ. അപ്പോൾ കുറേ അമേരിക്കൻസ് വിശ്വസിക്കുന്നുണ്ട് ടെററിസം എന്നുള്ള തീവ്രവാദം അതിനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ടെക്നിക്കൽ പരമായിട്ടുള്ള സൊല്യൂഷനാണ് കൊണ്ടുവരേണ്ടത്, രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പരമായിട്ടുള്ളത് അല്ല. Just give millions more to the nanotechnology industry, they believe, and the United States could send bionic spy flies into every Afghan cave, then Yemenite redoubt and North American encampment. Once that done, Osama bin Laden's heirs will not be able to make a cup of coffee without a CIA spy fly passing this vital information back to headquarters in Langley. Allocate millions more to brain research, and every airport could be equipped with ultra sophisticated fMRI scanners that could immediately recognize angry and hateful thoughts in people's brains. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് ആണ്. ഇപ്പോൾ ടെററിസത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ടെററിസം ഉള്ള ഏറ്റവും പ്രശ്നമുള്ള സ്ഥലമാണ് അഫ്ഗാൻ. അപ്പോൾ അഫ്ഗാൻ കേവ്സിലോട്ട് ബയോണിക് ഫ്ലൈസിനെ വിട്ടു. അതായത് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഈച്ചകളാണ് അല്ലെങ്കിൽ പ്രാണികൾ. അപ്പോൾ എന്താണ്, സ്പൈ ആയിട്ടാണ് അവരതിനെ വിടുന്നത്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പറയാണ് ഈ ടെററിസ്റ്റുകൾക്ക് ഒരു ചായ ഉണ്ടാക്കി അവർ കഴിക്കുകയാണെങ്കിൽ പോലും ഈ ഫ്ലൈസ് മുഖേന നമുക്ക് എന്ത് കിട്ടും, ആ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ CIA സ്പൈ ഫ്ലൈ എന്ത് ചെയ്യും, ആ ഒരു ഇൻഫോർമേഷൻ വരെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പാസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫെൻസീവ് അല്ല, അത് നമുക്ക് ഡിഫെൻസീവ് മെത്തേഡും കൂടി ആക്കാം. അപ്പോൾ ഈ ഫ്ലൈസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടെററിസ്റ്റ് അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പറയാണ്, ഒരു ബ്രെയിൻ റിസർച്ച് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അൾട്രാ സോഫിസ്റ്റിക്കേറ്റഡ് fMRI സ്കാനേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കാനേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീപ്പിൾ ബ്രെയിനിനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അതിലത്തെ തോട്ട്സ്, അതായത് ആംഗ്രി ആൻഡ് ഹേറ്റ്ഫുൾ തോട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ സ്കാനേഴ്സ് ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. വിൽ ഇറ്റ് റിയലി വർക്ക്? ഹൂ നോസ്. പറയാണ് ഇത് വർക്ക് ചെയ്യോ, അപ്പോൾ തമ്പുരാനെ അറിയാം എന്ന് പറയുന്ന പോലെ ഹൂ നോസ്. ഈസ് ഇറ്റ് വൈസ് ടു ഡെവലപ്പ് ബയോണിക് ഫ്ലൈസ് ആൻഡ് തോട്ട് റീഡിംഗ് സ്കാനേഴ്സ്? നോട്ട് നെസസറിലി. Be that as it may, as you read these lines, the US Department of Defense is transferring millions of dollars to nanotechnology and brain laboratories for work on this and such other ideas. അപ്പോൾ പറയാണ്, ഇതിപ്പോൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിളാണോ എന്നുള്ള ഡൗട്ട് തോന്നും, ഇത് വർക്കാവോ എന്നുള്ള ഡൗട്ട് തോന്നും. എന്തൊക്കെയാണെങ്കിലും US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ഇറക്കുന്നത്, മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇറക്കുന്നത് നാനോ ടെക്നോളജിയിലും അതുപോലെ ബ്രെയിൻ ലബോറട്ടറീസിലൊക്കെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കൂടുതൽ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സയൻസ് എന്ത് ചെയ്യുന്ന ഡിഫെൻസീവ് മെക്കാനിസത്തിന് ഇവർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്.
This obsession with military technology, from tanks to atom bombs to spy flies, is a surprisingly recent phenomenon. അപ്പോൾ പറയാണ് ഈ മിലിറ്ററി ടെക്നോളജിക്ക് ഇപ്പോൾ ഇതിനോട്, അതായത് ആറ്റം ബോംബ്സ്, സ്പൈ ഫ്ലൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു ഒബ്സഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ until the 19th century, the vast majority of military revolutions were the product of organizational rather than technological changes. അപ്പോൾ പറയുന്നത് 19th century വരെ മിലിറ്ററി റവല്യൂഷൻസ് ഒക്കെ തന്നെ ഉണ്ടായത് ഓർഗനൈസേഷണൽ പ്രൊഡക്റ്റായിട്ടാണ്, അല്ലാണ്ട് ടെക്നോളജിക്കൽ ചേഞ്ചസ് കൊണ്ടല്ല. അതായത് ഓർഗനൈസേഷനിൽ വരുത്തിയ ഓരോ മാറ്റങ്ങളിലാണ് അവിടെ റവല്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്, അല്ലാണ്ട് ടെക്നോളജിക്കൽ, അതായത് ഓരോ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെയുള്ള ചേഞ്ചസ് അല്ല അവിടെ വന്നിട്ടുള്ളത്. When alien civilization met for the first time, technological gaps sometimes played an important role. But even in such cases, few thought of deliberately creating and enlarging such gaps. Most empires did not rise thanks to technological wizardry, and their rulers did not give much thought to technological improvement. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഏലിയൻസ് ആയിട്ടൊരു മൽപ്പിടുത്തം നടത്തണമെങ്കിലും, അല്ലെങ്കിൽ ഏലിയൻ സിവിലൈസേഷനുമായിട്ട് നമുക്ക് കൂട്ടിമുട്ടിക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഈ ടെക്നോളജി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഏലിയൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ഫിലിംസ് ഉണ്ട്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഹരാരി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയായാലും കുറേ എംപേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ എംപയേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അവരൊന്നും ഈ ടെക്നോളജിക്കൽ വിസാഡിറ്റിയിൽ വളർന്നു വന്നിട്ടുള്ളതല്ല. അതുപോലെ തന്നെ അവിടുത്തെ റൂളേഴ്സ് എന്ത് ചെയ്തിട്ടില്ല? ഈ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അധികം തലപുകഞ്ഞ് ആലോചിക്കുകയോ അത്രയൊന്നും ക്യാഷ് ചിലവാക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ദ അറബ്സ് ഡിഡ് നോട്ട് ഡിഫീറ്റ് ദ സസാനിഡ് എംപയർ thanks to superior bows or swords. The Seljuks had no technological advantages over the Byzantines, and the Mongols did not conquer China with the help of some ingenious new weapon. In fact, in all these cases, the vanquished enjoyed superior military and civilian ടെക്നോളജി. അപ്പോൾ ഇവിടെ നമുക്ക് ചരിത്രം പറഞ്ഞു തരികയാണ് ഹരാരിയുടെ പ്രത്യേകത. ചരിത്രം കൂടി കൂട്ടുപിടിച്ചിട്ടേ എന്ത് കാര്യം പറയുള്ളൂ. അപ്പോൾ സാസനൈഡ് എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപയർ ഓഫ് ഇറാനിയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ലാസ്റ്റ് പേർഷ്യൻ ഡൈനാസ്റ്റിയാണത്. അതുപോലെ തന്നെ സെൽജുക്ക് എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിഷ് ട്രൈബ്സിൽ വരുന്ന ആ ഒരു വർഗത്തിനെയാണ് അവിടെ പറയുന്നത്. മോങ്കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യൻ എത്നോഗ്രാഫിക് ഗ്രൂപ്പാണ്, ട്രൈബൽ പീപ്പിൾ തന്നെയാണ്. ദെൻ സെലൂസിഡ് എംപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഏഷ്യയിലുള്ള ഒരു ഗ്രീക്ക് സ്റ്റേറ്റിൽ ഉള്ള ഒരു എംപയറാണ്. പിന്നെ വരുന്നത് ഒരു സോങ് എംപയർ വരുന്നുണ്ട്, പറഞ്ഞിട്ടില്ല പറയും. അത് വേഡ് ഗേൾസ്, അതായത് റൊമാനൈസേഷൻ, അതായത് ചൈനീസ് ഡൈനാസ്റ്റിക്കാണ് അത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും തന്നെ ടെക്നോളജിക്കൽ ഇതിൽ, അതായത് ടെക്നോളജി കൊണ്ട് പുതിയ വെപ്പൺ കണ്ടുപിടിച്ചിട്ട് ഭരിച്ചിരുന്നവരോ കീഴടക്കിയിരുന്നവരോ എന്നല്ല. ഇവരെല്ലാവരും എന്താണ്? സുപ്പീരിയർ മിലിറ്ററി, അതായത് സിവിലിയൻ ടെക്നോളജി വെച്ചിട്ടാണ് അവരെല്ലാവരും വിജയത്തിലോട്ട് എത്തിപ്പെട്ടിട്ടുള്ളത്. സിവിലിയൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീനേക്കാൾ കൂടുതൽ അവർ ആശ്രയിച്ചിരുന്നത് അവിടുത്തെ ആളുകൾ തന്നെയായിരുന്നു. അതായത് ആളുകളെ വെച്ചിട്ട് പോരാടിയിട്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. The Roman army is a particularly good example. It was the best army of this day, yet technologically speaking, Rome had no edge over Carthage, Macedonia, or Seleucid Empire. Its advantage rested on efficient organization, iron discipline, and huge manpower reserves. അപ്പോൾ പിന്നെ റോമൻ ആർമിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. റോമൻ ആർമി മാൻ പവറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. Roman army never set up a research and development department, and its weapons remained more or less the same for centuries on end. അപ്പോൾ പറയാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവണേക്കാൾ മുന്നേ തന്നെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോരാടുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വേൾഡ് വാറിൽ എന്ത് ചെയ്യുന്നു? അറ്റോമിക് ബോംബ് ഇല്ലെങ്കിൽ ഇവർക്ക് ജയിക്കാൻ പറ്റുപോലും ചെയ്തിരുന്നില്ല. പക്ഷേ റോമൻസിൻ്റെ കാര്യം ഇവിടെ പറയുകയാണ്. അവർ ഒരു റിസർച്ചോ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ അവരുടെ വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെഞ്ച്വറീസിൽ, അതായത് ത്രൂ ഔട്ട് ദി സെഞ്ച്വറീസിൽ അവരുടെ വെപ്പൺസിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അവർ ആ സെയിം വെപ്പൺസ് തന്നെയാണ് യൂസ് ചെയ്തത്. അവിടെ സയൻറ്റിഫിക് റിസർച്ചോ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നിട്ടും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ദെൻ ഇഫ് ദ ലിജിയോൺസ് ഓഫ് പിന്നെ ഒരു ചൈനീസ് വേർഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ ലിജിയോൺസ് ഓഫ് സിപ്പിയോ എമീലിയസ്, ദ ജനറൽ ഹൂ ലെവൽഡ് കാർത്തേജ് ആൻഡ് ഡിഫീറ്റഡ് ദ ന്യൂമാനിയൻസ് ഇൻ ദ second century BC, had suddenly popped up 500 years later in the age of Constantine the Great. Sisypho would have had a fair chance to beating Constantine. Now imagine what would happen to a general from a few centuries back, say Napoleon, if he led his troop against a modern armored brigade. Napoleon was a brilliant tactician and his men were crack professionals, but their skills would be useless in the face of modern weaponry. അപ്പോൾ പറയാണ്, പണ്ട് കാലത്ത് യുദ്ധം ചെയ്യാനും അതുപോലെ തന്നെ ഭരിച്ചിരുന്ന റൂളേഴ്സ് എന്താണ്, അവർക്ക് സയൻറ്റിഫിക് ഇമ്പ്രൂവ്മെൻ്റ് ഒരു സയൻറ്റിഫിക് ടെക്നോളജി ഇല്ലാണ്ട് തന്നെ അവർ പല കാര്യങ്ങളും നേടിയെടുത്തിരുന്നു, പലരെയും തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നെപ്പോളിയനെ പറയുന്നുണ്ട് ഒരു ബ്രില്യൻ ടാക്ടീഷ്യനാണ്. അപ്പോൾ ഈ മെൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽസിനെ അടക്കം ക്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് നെപ്പോളിയൻ. പക്ഷേ ഈ സ്കിൽസൊക്കെ എന്താണ്, യൂസ്ലെസ് ഇൻ ദ ഫേസ് ഓഫ് മോഡേൺ വെപ്പണറി എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡേൺ വെപ്പണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ലെവൽ വരെ പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഹിൻറ്റും കൂടി നമുക്കിവിടെ തരുന്നു. As in Rome, so also in ancient China, most generals and philosophers did not think in their duty to develop new weapons. പറയാണ്, റോമിലും അതുപോലെ തന്നെ ആൻഷ്യൻ ചൈനയിലും മോസ്റ്റ് ജനറൽസ് ആൻഡ് ഫിലോസഫേഴ്സ് അവരെന്ത് ചെയ്തിട്ടില്ല, അവരുടെ ഡ്യൂട്ടിയാണ് ഈ ന്യൂ വെപ്പൺസ് ഉണ്ടാക്കുക, അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി ഇൻവെൻഷൻ ഇൻ ഹിസ്റ്ററി ഓഫ് ചൈന വാസ് ഗൺ പൗണ്ടർ. അങ്ങനെ ചൈനയിലെ ഏറ്റവും വലിയ മിലിറ്ററി ഇൻവെൻഷൻ എന്ന് പറയുന്നത് അവരുടെ ഗൺ പൗണ്ടറിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ഗൺ പൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു ആക്സിഡൻ്റലി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ യെറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് അവർ നോളജ് ഗൺ പൗണ്ടർ വാസ് ഇൻവെൻറ്റഡ് ആക്സിഡൻ്റലി ബൈ alchemist searching for the elixir of life. അപ്പോൾ പറയാണ് ഗൺ പൗണ്ടർ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റഡി നടത്തുമ്പോൾ, അതായത് എലിക്സിർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റേണൽ ലൈഫിന് വേണ്ടിയിട്ട് വല്ല ഡ്രിങ്കർ, അങ്ങനെ ഇറ്റേണൽ യൂത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തം, അതായത് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ, നമുക്ക് ഏതെങ്കിലും യൂത്തായിട്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഇടയിൽ ആക്സിഡൻ്റിലാണ് ഇവർ ഗൺ പൗണ്ടർ കണ്ടുപിടിക്കുന്നത്. Gunpowder's subsequent career is even more telling. One might have thought that the deist alchemist would have made ചൈന മാസ്റ്റർ ഓഫ് ദി വേൾഡ്. പറയുകയാണ് ആക്സിഡൻ്റലി കണ്ടുപിടിച്ചതാണെങ്കിലും ഇയാൾ എന്ത് ചെയ്തു, ഈ ആൽക്കെമിസ്റ്റ് എന്ത് ചെയ്തു, ചൈനയിലെ ഒരു മാസ്റ്റർ ഓഫ് ദി വേൾഡ് എന്നുള്ളൊരു പദവിയിലോട്ട് എത്തിച്ചു, കാരണം ഗൺ പൗണ്ടർ കണ്ടുപിടിച്ചു. ഇൻഫാക്ട് ദ ചൈനീസ് യൂസ് ദ ന്യൂ കോമ്പൗണ്ട് മെയിൻലി ഫോർ ഫയർ ക്രാക്കേഴ്സ്. അപ്പോൾ ഈ ഗൺ പൗണ്ടർ കണ്ടുപിടിച്ചിട്ടും അവർക്ക് വേണമെങ്കിൽ, അവരാണ് ആദ്യം കണ്ടുപിടിച്ചത്, ഈ ഗൺ പൗണ്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ലോകത്തെ എല്ലാ ആളുകളെയും അവർക്ക് കൊന്നു കളഞ്ഞ് അവർക്ക് ഭരണം പിടിച്ചെടുക്കാമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല, അതൊന്നും ചെയ്തില്ല. അവർ ഈ ഗൺ പൗണ്ടർ യൂസ് ചെയ്ത് എന്തിലായിരുന്നു, ഫയർ ക്രാക്കേഴ്സിലായിരുന്നു അവർ ആദ്യം ഇത് യൂസ് ചെയ്തത്. Even as the Song Empire collapsed in the face of Mongol invasion, no emperor set up a medieval Manhattan project to save the empire by inventing a doomsday weapon. അപ്പോൾ പറയാണ്, ഈ സോങ് എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എംപയർ എന്ത് ചെയ്തിട്ടുണ്ട്, മംഗോൾ ഇൻവേഷനിൽ, ചൈനയിലുള്ള സോങ് എംപയർ മോൺഗോൾ ഇൻവേഷനിൽ തകർന്നു പോയിട്ട് പോലും അവരെന്ത് ചെയ്തിട്ടില്ല,
മൻഹാട്ടൻ പ്രൊജക്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ വെപ്പൺസ് കണ്ടുപിടിക്കാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ മൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് അണ്ടർടേക്കിംഗ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ. അതായത് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയ പ്രൊജക്റ്റാണ് മൻഹാട്ടൻ. നമ്മുടെ ബോംബ് ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കിയത് മൻഹാട്ടനിലാണ്. അപ്പോൾ പറയാണ് ചൈനയാണ് ഗൺ പൗഡർ കണ്ടുപിടിച്ചത്, എന്നിട്ട് പോലും അവരുടെ ആ സോങ് എംപററിനെ എന്ത് ചെയ്യുമ്പോൾ മോൺഗോൾ ഇൻവേഷനിൽ അവരെ തകർക്കുമ്പോൾ പോലും ചൈനക്കാരെന്ത് ചെയ്തിട്ടില്ല, ആ ഗൺ പൗഡർ യൂസ് ചെയ്തിട്ട് ബോംബ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനോ ഇവരെ കൊല്ലാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. മൻഹാട്ടൻ പ്രൊജക്റ്റിലോട്ടൊന്നും പോയിട്ടില്ല. Then only in the 15th century, about 600 years after the invention of gunpowder, did cannons become a decisive factor on Afro-Asian battlefield. എന്നിട്ട് പറയാണ് 15th century, അതായത് 600 വർഷങ്ങൾക്ക് ശേഷം, ഗൺ പൗഡർ കണ്ടുപിടിച്ച 600 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് ഇവർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതായത് ആഫ്രോ ഏഷ്യൻ ബാറ്റിൽ ഫീൽഡിൽ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. Why did it takes so long for the deadly potential of the substance to be put to military use? അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടും ഇത്രയും കാലം ലേറ്റായിട്ട് നമ്മൾ മിലിറ്ററിക്ക് വേണ്ടി, അതായത് യുദ്ധത്തിന് വേണ്ടി യൂസ് ചെയ്തത്? എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയി? Because it appeared at a time when neither king's scholars nor merchants thought that new military technology could save them or make them rich. അപ്പോൾ പറയാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എപ്പം മുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഞ്ച്വറിയിലുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ കിങ്സ് അല്ലെങ്കിൽ മെർച്ചൻ്റ് ആയിരിക്കും, വ്യാപാരികൾ അല്ലെങ്കിൽ മിലിറ്ററി ടെക്നോളജി, അവർ വിചാരിച്ചത് ഈ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്ത ആളുകളെ കൊല്ലാനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറേ പൈസ കിട്ടും എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അവരെ ഈ ടെക്നോളജി സേവ് ചെയ്യും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവരിത് യുദ്ധത്തിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അല്ലാണ്ട് ഇവർ പണ്ട് മുതലേ കണ്ടുപിടിച്ച, എത്രയോ മുന്നേ കണ്ടുപിടിച്ച സാധനം പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം 600 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. Then the situation began to change in the 15th and 16th century. അപ്പോൾ ഗൺ പൗഡർ കണ്ടുപിടിച്ചിട്ടും നമ്മളത് യൂസ് ചെയ്തില്ല. 15th centuryയിലാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ എവല്യൂഷൻസ് ആണ് പറയുന്നത്. അതായത് 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും സിറ്റുവേഷൻസ് മാറി തുടങ്ങി. But another 200 years went by before most rulers evinced any interest in financing the research and development of new weapons. പറയാണ് 200 എന്നിരുന്നാലും ചേഞ്ചസ് വന്നു തുടങ്ങിയെങ്കിലും 200 വർഷങ്ങൾ പിന്നീടുള്ള 200 വർഷങ്ങളിലും റൂളേഴ്സ് അല്ലെങ്കിൽ കിങ് അവരൊന്നും എന്ത് ചെയ്തില്ല, ഈ റിസർച്ചിനും ഡെവലപ്മെൻറ്റിനും ഫിനാൻസ് ചെയ്ത് പൈസ കളയാനൊന്നും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അങ്ങനെയായിരുന്നു. ലോജിസ്റ്റിക്സ് ആൻഡ് സ്ട്രാറ്റജി കണ്ടിന്യൂ ടു ഹാവ് ഫാർ ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഓൺ ദി ഔട്ട്കം ഓഫ് വാർ ദാൻ ടെക്നോളജി. പറയുന്നത് ലോജിസ്റ്റിക് അതുപോലെ തന്നെ സ്ട്രാറ്റജിക്ക് അതിനൊക്കെ ആയിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നമ്മൾ ബിഗ് ബോസിൽ കേട്ടിട്ടുണ്ട് സ്ട്രാറ്റജി. അപ്പോൾ അതിനൊക്കെ ആയിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്, ടെക്നോളജിയെക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദെൻ ഈ Napoleonic military machine that crushed the armies of European powers at Austerlitz was armed with more or less the same weaponry than the army of Louis XIV had used. Napoleon himself, despite being an artilleryman, had little interest in new weapons, even though scientists and inventors tried to persuade him to fund the development of flying machines, submarines and rockets. Science, industry and military technology intertwined only with the advent of the capitalist system and the Industrial Revolution. Once the relationship was established, however, it quickly transformed the world. അപ്പോൾ പറയാണ്, ചരിത്രം വീണ്ടും പറയുന്നു, നെപ്പോളിയനി ലൂയിസിനെയൊക്കെ പറയുന്നുണ്ട്, ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയമൊക്കെയാണ് പറയുന്നത്. നെപ്പോളിയൻ കുറച്ചും കൂടി ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അയാളൊരു ആർട്ടിലറി മാനായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പൈസ അധികമൊന്നും അതിന് വേണ്ടി ചിലവാക്കില്ല. അതായത് ടെക്നോളജിക്കും
ഡെവലപ്മെൻറ്റിനൊന്നും വേണ്ടി അധികം പൈസയൊന്നും ചിലവാക്കിയിട്ടില്ല. ആ ഒരു സമയത്ത് ന്യൂ വെപ്പണിന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റുകളും ഇൻവെൻറ്റേഴ്സും എന്ത് ചെയ്തു, ട്രൈ ടു പേഴ്സ്യൂഡ് ഹിം, അതായത് നെപ്പോളിയനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അതായത് ഈ ഫ്ലൈയിങ് മെഷീനും സബ്മറൈൻസിനും റോക്കറ്റ്സിനും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട്, ക്യാഷ് വേണമല്ലോ, അല്ലാണ്ടൊന്നും നടക്കില്ല, അപ്പോൾ ഫണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് കാര്യമായിട്ടുള്ള മുഖം കൊടുത്തില്ലെങ്കിലും പിന്നീട് വന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റവും ഒക്കെ. അപ്പോൾ അത് വന്നതോട് കൂടിയിട്ട് ഈ സയൻസിലും അതുപോലെ ഇൻഡസ്ട്രി, അതുപോലെ മിലിറ്ററി ടെക്നോളജി അതൊക്കെ ഇൻവെർട്ടിൻ്റായി, അതായത് എല്ലാം കൂടി മിക്സ്ഡപ്പ് ആയ പോലെയായി. അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം വന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ മൊണോപ്പൊളി വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, അവർക്ക് സുപ്രീം ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ക്യാഷ് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹരാരി പറയാണ്, വൺസ് ദിസ് റിലേഷൻഷിപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹവർ ഇറ്റ് ക്വിക്ക്ലി ട്രാൻസ്ഫോം ദ. അപ്പോൾ പറയാണ്, ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ്, അതായത് സയൻസും ടെക്നോളജിയൊക്കെ തമ്മിലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോകം പെട്ടെന്ന് തന്നെ മാറി മറിയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹരാരി ഇത് എഴുതുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അതായത് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ നോളജ് ഈസ് പവർ, അങ്ങനെ ആ പവർ, നോളജ് എന്നുള്ള ആ ഒരു പവർ വെച്ചിട്ട് ഇപ്പോൾ സയൻസിൽ ഓരോ മെഷീൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു, നമ്മുടെ ലൈഫ് ഇപ്പോൾ കൂടുതൽ ഈസി ആക്കുന്നു. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നോളജ് ഈസ് പവർ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്.